ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വള സ്റ്റോറി ഓഫ് എ ബാംഗിൾ എന്ന മൂവിയാണ്. ഒരു തവണ കയ്യിലിട്ടാൽ അത്ര പെട്ടെന്നൊന്നും ഊരിയെടുക്കാൻ സാധിക്കാത്തൊരു വള, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില സംഭവങ്ങൾ. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 1000 വർഷങ്ങൾക്ക് മുൻപ് ഒരു വൃദ്ധൻ അമൂല്യമായ രത്നങ്ങളും കൊത്തുപണികളും എല്ലാം ചേർത്ത ഒരു വളയുണ്ടാക്കുന്നതാണ്. കഴിവുകളുള്ള ഒരുപാട് വ്യക്തികൾ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുന്ന സമയത്ത് അംഗീകാരമായിട്ട് ആ വള പലപ്പോഴും അവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ കഴിവുകളുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും കൈമാറി ഈ വള വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അമൂല്യ രത്നങ്ങൾ പതിപ്പിച്ച ആ വള മോഹിച്ച് പല ദിക്കിൽ നിന്നും ആൾക്കാർ വരാൻ തുടങ്ങി. അത് തട്ടിയെടുക്കാനും ശ്രമം നടത്തി. എന്നാൽ കഴിവ് തെളിയിക്കുന്നതും അർഹതപ്പെട്ടതുമായ ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ആ വള എത്തുകയുള്ളൂ. അത് കാരണം അത് തട്ടിയെടുക്കാൻ വന്നവരെല്ലാം തന്നെ പല രീതിയിലും കൊല്ലപ്പെട്ടു. ആ വള അങ്ങനെ അപ്പോഴും അനാഥമായി കടന്നു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരികയാണ്. ഒരു പ്രധാന കേസിൽ സാക്ഷി പറയേണ്ട അബു എന്ന് പറയുന്ന ഒരു വ്യക്തി താമസിക്കുന്ന വീട്. അയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ബാനു എന്ന് പറയുന്ന നമ്മുടെ നായകനായിരുന്നു അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ നിന്നിരുന്നത്. എന്നാൽ അന്ന് രാത്രി ഡ്യൂട്ടിക്കിടെ ആരും അറിയാതെ ബാനു അവിടെ നിന്നും വേറെ എങ്ങോട്ടേക്ക് പോകുന്നു. ആ അവസരം മുതലെടുത്ത് ഈ അബു എന്ന് പറയുന്ന ദൃക്സാക്ഷിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാൾ ആർക്കെതിരെയാണോ മൊഴി പറഞ്ഞത് ആ വ്യക്തിയുടെ ആൾക്കാര് വീട്ടിൽ കയറുന്നു. അയാൾ അവരെയൊക്കെ അടിച്ചിടുന്നുണ്ട്. എന്നാലും അയാളുടെ കാലിന് വെട്ടേക്കുന്നു. അപ്പോഴേക്കും അയൽക്കാരിലെ ഓടി വന്നത് കാരണം കൊല്ലാൻ വന്ന ആൾക്കാർക്ക് അബുവിനെ അധികമൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിന്റെ പേരിൽ ബാനുവിന് തന്റെ സീനിയറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കേൾക്കുന്നുണ്ട്. ഡ്യൂട്ടി സമയത്ത് താൻ ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത് ശരിയല്ല എന്നും ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്റെ തൊപ്പി പോകുമെന്നും പറയുന്നു. തന്റെ മുതലാളിയെ കൊന്നത് അബു നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ സാക്ഷി പറഞ്ഞത്. മുതലാളിയെ കൊന്ന ആൾക്കാര് ഇയാളെ എപ്പോ വേണമെങ്കിലും കൊല്ലാൻ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. അതുകൊണ്ടാണ് പോലീസ് പ്രൊട്ടക്ഷൻ അയാൾക്ക് കൊടുക്കുന്നത്. ഡ്യൂട്ടി സമയത്തിന് മേലാൽ ആരോടും പറയാതെ മുങ്ങരുതെന്ന് താക്കീത് കൊടുത്താണ് ബാനുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. കുറച്ചു നാളായിട്ട് അബുവിന് പ്രൊട്ടക്ഷൻ നൽകുന്നത് കാരണം ബാനു അബു നല്ല സുഹൃത്തുക്കളായിരുന്നു. അത് കാരണം അബു ആ IPS ഓഫീസറിനോട് പറയുന്നുണ്ട്, ബാനുവിനെ വഴക്കൊന്നും പറയണ്ട, എന്നോട് പറഞ്ഞിട്ട് അയാൾ പോയതെന്ന്. ആ വിഷമം മറക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു. ബാനു ഇങ്ങനെ ടെൻഷനിലിരിക്കുന്ന കാരണം അബു കാര്യം തിരക്കുന്നു. ശരിക്കും എന്താ പ്രശ്നം, എന്തിനാ രാത്രിയിൽ പോയതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ബാനു തന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ പറയുകയാണ്. എന്റെ വൈഫ് ഒരു വള വാങ്ങണമെന്ന് ആഗ്രഹിച്ചു. അവൾക്ക് ആ വള വാങ്ങിക്കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അതിനെല്ലാം കാരണം പുരുഷോത്തമൻ എന്ന് പറയുന്ന ആളും അയാളുടെ വൈഫ് സർലയുമാണ്. കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മളെ പുരുഷോത്തമനെയും സർലയും കാണിക്കുന്നു. അവർ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ രാത്രിയായിരുന്നു അത്. മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ പുരാതനമായ വള സർലയുടെ കയ്യിൽ കിടപ്പുണ്ട്. കിടക്കുന്നതിന് മുമ്പ് ആഭരണങ്ങളും മറ്റും ഊരിവെക്കാൻ അവളോട് പറയുമ്പോൾ ആ വള മാത്രം അവൾക്ക് ഊരാൻ പറ്റില്ലായിരുന്നു. അതെന്താന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, മരിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മൂമ്മ എന്റെ കയ്യിലിട്ട് തന്നതാണ്. അമ്മൂമ്മയ്ക്ക് തലമുറകളായി കിട്ടി വന്ന വളയാണിത്. ഇത് അങ്ങനെ ഒന്നും ഊരാൻ പറ്റില്ല. എന്നാ സാരമില്ല, ഇത് കിടന്നോട്ടെ എന്ന് പുരുഷവും പറയുന്നു. പക്ഷേ രാത്രിയിൽ കിടക്കുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും എല്ലാം തന്നെ ആ വള കൊണ്ടിട്ട് പുരുഷന്റെ ശരീരത്തിൽ ആകെ മുറിവുകൾ വരുന്നുണ്ടായിരുന്നു. ആ വളയ്ക്ക് ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. കയ്യിൽ ഒരു തവണ ഇട്ടിട്ട് അത് ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ ലോക്ക് ഊരിയെങ്കിൽ മാത്രമേ ആ വള ഊരിയെടുക്കാൻ പറ്റൂ. അതെങ്ങനെയാണെന്ന് അവൾക്കറിയില്ല. അത് കാരണം അത് ഊരിയെടുക്കാനും വയ്യ. അമ്മൂമ്മയാകട്ടെ മരിച്ചും പോയി. ഇവര് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്ന സമയത്ത് മറ്റൊരു ഇല്ലത്തു നിന്നും ഒരു തമ്പ്രാട്ടിക്കുട്ടി രാത്രിയിൽ ഒളിച്ചോടുന്നു. അവളുടെ പേര് വിശാലാക്ഷി എന്നാണ്. പോകുന്നതിന് മുമ്പ് അവള് തന്റെ അമ്മൂമ്മയുടെ റൂമിൽ കയറി ആഭരണപ്പെട്ടി എടുത്തുകൊണ്ടാണ് പോകുന്നത്. അവൾ ഒളിച്ചോടുന്നതാകട്ടെ നമ്മുടെ ബാനുവിന്റെ കൂടെയും. ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട അവളാകട്ടെ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളുമായിട്ട് ഒളിച്ചോടി പോയത് കാരണം അവളുടെ വീട്ടുകാര് അവൾക്ക് അന്ത്യകർമ്മങ്ങൾ വരെ നടത്തി. ബാനുവും വിശാലാക്ഷിയും വിവാഹം കഴിക്കുകയും ഒരുമിച്ചൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. ബാനുവിന്റെ വീട്ടില് ചേട്ടനും ചേട്ടത്തിയും അവരുടെ കുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ആദ്യരാത്രിയില് വിശാലാക്ഷിയാകട്ടെ താൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ആഭരണപ്പെട്ടി എടുത്തുകൊണ്ടുവന്ന് ബാനുവിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഒന്നുമില്ലാതെ കയറി വന്നവളാണെന്ന് ആരും പറയരുതല്ലോ, അതുകൊണ്ടാ താനിത് എടുത്തിട്ട് വന്നതെന്ന്. പക്ഷെ അത് തുറന്നു നോക്കി അവളാകട്ടെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അതിനകത്ത് ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആഭരണപ്പെട്ടിക്ക് പകരം അമ്മൂമ്മയുടെ മറ്റൊരു പെട്ടിയാണ് അവൾ എടുത്തുകൊണ്ട് വന്നത്. അതോടുകൂടി അവളിരുന്ന് കരയാൻ തുടങ്ങി. താൻ ഒന്നുമില്ലാതെ കയറി വന്നല്ലോ എന്ന് പറഞ്ഞ്. എന്നാൽ അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് ബാനു ചോദിക്കുന്നു. എന്നാലും അവൾക്ക് വീട്ടിൽ നിന്ന് ആഭരണം എടുക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഉണ്ടായിരുന്നു. മറ്റൊരു സൈഡില് സർലയാകട്ടെ ആ വളയൊക്കെ ഇട്ടുകൊണ്ട് എവിടേക്ക് ഇറങ്ങിപ്പോയാലും എല്ലാവരും അവളുടെ കയ്യിലെ വള കണ്ടിട്ട് അത് എവിടെ നിന്നാണൊക്കെ ചോദിക്കും. അത്രയും വലിയ വളയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാരുടെ ശ്രദ്ധ അതിലേക്ക് വരുമായിരുന്നു. ഇടയ്ക്ക് അവളുടെ ഫോണിലേക്ക് ശല്യമെന്ന് സേവ് ചെയ്തിരിക്കുന്ന ഒരു നമ്പറിൽ നിന്ന് കോള് വരുന്നത് പുരുഷ കാണുന്നുണ്ട്. അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് സ്പാം കോൾസ് ആണെന്നാണ് അവള് പറയുന്നത്. അതുകൊണ്ട് താൻ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വിശാലാക്ഷിക്കാകട്ടെ ആ വീട്ടിലെ ജീവിതം കുറച്ച് അസഹനീയമായിരുന്നു. വിഷു എന്നാണ് ബാനു അവളെ വിളിക്കുന്നത്. ഇല്ലത്ത് ജീവിച്ചു വളർന്ന അവൾക്ക് മീനിന്റെ ഇറച്ചിയുടെ ഒന്നും തന്നെ മണം പിടിക്കില്ല. അത് കാരണം അവളുടെ ചേട്ടത്തെയും ചേട്ടനും അതൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഇവൾക്ക് വൊമിറ്റ് ചെയ്യാൻ വരുമായിരുന്നു. ബാനു ഇതൊക്കെ കഴിക്കുമായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവൾ പുറത്തിറങ്ങി നിൽക്കാറാണ് പതിവ്. അത് കാരണം ആ രണ്ട് ഫാമിലീസിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ബാനു ആകട്ടെ വിഷുവിന്റെ ആധാർ കാർഡിലെ അഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അവളെ അക്ഷയ സെന്ററിലേക്ക് വിടുന്നു. നമ്മുടെ സർല അവിടെയായിരുന്നു ജോലി ചെയ്യുന്നത്. ഇവള് മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് അവിടെ നിന്നും ഒരു താത്തയാകട്ടെ സർലയുമായിട്ട് എന്തോ വഴക്കിട്ടിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു. അത് കാരണം സർല നല്ല ദേഷ്യത്തിലാണ് അവിടെ ഇരുന്നത്. വിഷു വന്ന് ആധാറിന്റെ അഡ്രസ്സ് മാറ്റാൻ പറയുന്ന സമയത്ത്
അവർക്ക് അഡ്രസ്സ് പറയാൻ പറയുന്നുണ്ട്, കൈയൊക്കെ നേരെ വെക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ എന്തിനും ഏതിനും അവളോട് ദേഷ്യപ്പെടുകയായിരുന്നു സർല. വിഷുവിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്കാണ് സർലയുടെ കയ്യിൽ കിടക്കുന്ന വള അവൾ ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതും അവൾക്കും അതുപോലെ ഒന്ന് വേണമെന്ന് ആഗ്രഹം തോന്നാൻ തുടങ്ങി. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ, വള കൊള്ളാമല്ലോ എന്നൊക്കെ അവള് പറഞ്ഞപ്പോ ദേഷ്യമെന്ന് സർല പറയുന്നുണ്ട്, അഡ്രസ്സ് മാറ്റാൻ വന്ന അത് ചെയ്താൽ പോരെ, എന്റെ കയ്യിലെ വളയൊക്കെ എന്തിനാ നോക്കാൻ നിൽക്കുന്നത്, ഒരു ഗതിയില്ലാത്ത നിനക്കൊന്നത് വാങ്ങാൻ പറ്റില്ല, എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ച് സർല ആകെ ബഹളം ഉണ്ടാക്കി. വിശാലാക്ഷി ശരിക്കും അവിടെ നിന്ന് നാണം കിട്ടു. ആ താത്തയും ഈ വളയുടെ പേരിൽ എന്തോ ആണ് വഴക്കുണ്ടാക്കിയിട്ട് പോയതെന്ന് അവിടെയുള്ളവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറി സർലയെ ഫോളോ ചെയ്ത് ആ താത്തയും കയറി. അവരുടെ ചെവിയിൽ കുറെ മുറിവുകൾ നമ്മളെ കാണിക്കുന്നു. അവളുടെ പിറകെ പോയി അവളുടെ വീടും ആ താത്ത മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ആഹാരം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഭാനുവിനോട് അവന്റെ ചേട്ടത്തി പറയുന്നുണ്ട്, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, നിങ്ങൾ വേറെ വീടെടുത്ത് മാറേണ്ടി വരുമെന്ന്. അവൾക്ക് ഈ മണമൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ ഒരു മുട്ട പൊരിക്കാൻ പോലും പറ്റുന്നില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മീൻ പൊരിച്ചു കൊടുക്കാനും പറ്റുന്നില്ല, എന്തിനും ഏതിനും പ്രശ്നമാണ്. ഭാനു പറയുന്നുണ്ട് ഇവിടുത്തെ ശീലങ്ങളുമായിട്ട് അവൾ പതിയെ പൊരുത്തപ്പെട്ടു പോകുമെന്ന്. അവൻ ചെന്ന് നോക്കുമ്പോൾ കുളക്കടവില് അവൾ നാരങ്ങയെ മണപ്പിച്ചിരിക്കുകയായിരുന്നു. ആ സ്മെല്ലൊന്നും തന്നെ അവൾക്ക് പിടിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അതിനേക്കാൾ ഇപ്പോഴത്തെ വിഷമം അക്ഷയിൽ വെച്ച് അവൾ നേരിട്ട നാണക്കേടായിരുന്നു. അത് കാരണം അവൾ ഭാനുവിനോട് പറയുന്നുണ്ട്, എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുമോ എന്ന്, എനിക്കൊരു വള വാങ്ങി തരണമെന്ന്. അവൾ ആഗ്രഹിച്ച എന്തും വാങ്ങിക്കൊടുക്കാൻ ഭാനു തയ്യാറായിരുന്നു. അങ്ങനെ അവളെയും കൊണ്ട് വള വാങ്ങാൻ പല സ്വർണ്ണക്കടകളിലും കയറിയിറങ്ങി. എന്നാൽ ഒരിടത്തും അവൾ ഉദ്ദേശിച്ച പോലെ സർലയുടെ കയ്യിൽ കിടക്കുന്ന വള കണ്ടെത്താൻ സാധിച്ചില്ല. എനിക്ക് ഇങ്ങനത്തെ വള വേണ്ട, നിറയെ കുത്തുപണികളും കല്ലുമൊക്കെ വെച്ച വലിയ വള തന്നെ വേണമെന്ന് അവൾ ഓരോരുത്തരോടും പറഞ്ഞു നോക്കി. എന്നാൽ ഒരിടത്തു നിന്നും അത് കിട്ടിയില്ല. അവളുടെ കൂടെ കടകൾ തോറും കയറിയിറങ്ങി ഭാനുവിന് ശരിക്കും അടുത്തിരുന്നു. അതേ ടൈമിൽ ഇവിടെ സർലയാകട്ടെ എങ്ങോട്ടിറങ്ങിയാലും ശരി എല്ലാവരും ആ വളയെ പറ്റിയാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും അസൂയാണെന്ന് അവൾ പുരുഷനോട് പറയുന്നു. നിന്റെ കയ്യിൽ ഇത് കിടക്കുന്നത് തന്നെ നല്ല ഭംഗിയാണെന്നാണ് പുരുഷ പറയുന്നത്. ഭാനു ആകട്ടെ ഇതിനോടൊപ്പം ഇവർക്ക് താമസം മാറാൻ വേണ്ടിയിട്ട് മറ്റൊരു വീട് കൂടി നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചെന്ന് നോക്കുന്ന വീടൊന്നും തന്നെ വിശാലാക്ഷിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. താൻ ഇതിനേക്കാളും വലുത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നാണ് അവള് പറയുന്നത്. മര്യാദയ്ക്കൊരു വള പോലും വാങ്ങിത്തരാൻ ഭാനുവിന് പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവൾ ഈ വളയുടെ കാര്യം പറയുന്ന കാരണം അവൻ വീണ്ടും അവളെയും കൊണ്ട് പല കടകളിലും കയറി ഇറങ്ങി. എന്നിട്ടും ഒരിടത്തു നിന്നും അങ്ങനത്തെ ഒരു വള കിട്ടിയില്ല. നിനക്ക് പിന്നെ എങ്ങനത്തെ വളയാ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാവുകയും വഴക്കാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവള് പറയുന്നുണ്ട് താൻ അനുഭവിച്ച അപമാനം എന്താണെന്ന് ഭാനുവിന് മനസ്സിലാവാത്തോണ്ടാണ് ഇതൊക്കെ നിസ്സാരമായിട്ട് തോന്നുന്നതെന്ന്. ആ സ്ത്രീയുടെ കയ്യിൽ കിടക്കുന്ന പോലത്തെ വള തന്നെ തനിക്ക് വേണമെന്ന് പറഞ്ഞ് അവള് വാശി പിടിക്കുന്നു. എങ്ങനത്തെ വളയാണെന്ന് ഭാനുവിന് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അക്ഷയെ പോയി ആ സ്ത്രീയുടെ കയ്യിൽ നോക്കിയാൽ മതി എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ ഭാനു തന്റെ സുഹൃത്തിന്റെ കൂടെ അക്ഷയിലേക്ക് ചെല്ലുന്നു. അവിടെ അവന് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അയാളോട് സർലയെ പറ്റി ചോദിക്കുമ്പോൾ അവരിന്ന് ലീവാണെന്നും അവരുടെ വീടിന്റെ അഡ്രസ്സ് താൻ പറഞ്ഞു തരാമെന്നും അയാൾ പറയുന്നു. അങ്ങനെ എന്തായാലും സർലയും ഹസ്ബൻഡിനെയും കണ്ടിട്ട് നേരിട്ട് ആ വളയെ പറ്റി ചോദിക്കാമെന്ന് കരുതി ഭാനുവും കൂട്ടുകാരനും സർലയുടെ വീട്ടിലേക്ക് പോയി. അക്ഷയിൽ വെച്ച് കണ്ട് അവരുടെ കൂട്ടുകാരൻ ഓൾറെഡി തന്നെ പുരുഷനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവര് ചെല്ലുമ്പം തന്നെ പുരുഷ സർലയെ പുറത്തേക്ക് വിളിക്കുന്നു. അവളുടെ കയ്യിലെ വള കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഊരിയെടുക്കാൻ പറ്റില്ല എന്നും മരണക്കിടക്കിൽ വെച്ചിട്ട് തന്റെ അമ്മൂമ്മ തന്നതാണെന്നും അവള് പറയുന്നു. എന്നാൽ ഭാനുവിന്റെ കൂട്ടുകാരൻ അതിൽ നല്ലപോലെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതിൽ എന്തൊക്കെയോ അറബിയിൽ എഴുതിയിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോ പുരുഷ ഒന്ന് ഞെട്ടി. അമ്മൂമ്മയുടെ വക പാരമ്പര്യമായിട്ട് കിട്ടിയതാണെങ്കിൽ അതിൽ അറബിയൊക്കെ എങ്ങനെ വരുമെന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്ന ചില വാക്കൊക്കെ ഭാനുവിന്റെ കൂട്ടുകാരൻ വായിച്ചിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ ഈ വള ഊരിയെടുക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കും ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന്. എന്നാൽ സർലയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. ഭാനുവിന്റെ ആ കൂട്ടുകാരനാകട്ടെ സർലയുടെ കയ്യിൽ പിടിച്ചായിരുന്നു വള നോക്കിയത്. കയ്യിൽ കയറി പിടിക്കുന്നോടോ എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യത്തിൽ ഭാനുവിന്റെ കൂട്ടുകാരനെ അടിക്കുകയും ചെയ്തു. എന്നിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. ഭാനു ആകട്ടെ പുരുഷനോട് ചോദിക്കുന്നുണ്ട് ആ വളയുടെ ഒരു ഫോട്ടോ കിട്ടുമോ, അതുപോലൊരു മോഡൽ ഉണ്ടാക്കാനാണെന്ന്. ഇപ്പോൾ അവള് നല്ല ദേഷ്യത്തിലല്ലേ, പതി അവളോടൊന്ന് സംസാരിച്ച് അതിന്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന് പുരുഷ പറയുന്നു. അത് ഊരിയെടുക്കാനുള്ള എന്തെങ്കിലും വഴിയാണ് അതിൽ അറബിയിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉസ്താദ് ഇവിടെ ഉണ്ടെന്നും അയാളെ പോയി കണ്ടാൽ മതി എന്ന് ഇവർ പറയുമ്പോൾ പുരുഷ പറയുന്നുണ്ട് നിങ്ങൾ ഇനി വരുന്ന സമയത്ത് അയാളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ. എന്നാൽ ഭാനു പോയി കഴിയുമ്പോൾ പുരുഷന് ഡൗട്ട് തോന്നുന്നു. ആ വളയ്ക്ക് താൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മൂല്യമുണ്ടെന്ന്. അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് തന്റെ കൂട്ടുകാരനെ കാണിച്ചിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ പറയുന്നു. ആ വളയൊരു ആന്റിക് പീസാണെന്ന് പറഞ്ഞിട്ട് പുരുഷ ഇത് സർലയുടെ കയ്യിൽ നിന്ന് ഊരാനുള്ള വഴികളെല്ലാം നോക്കുന്നുണ്ട്. സോപ്പോളത്തിൽ മുക്കി അവളുടെ കയ്യിൽ നിന്ന് ഊരാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. കുറെ കഴിയുമ്പോൾ അവൾക്ക് കൈവേദനിക്കാൻ തുടങ്ങിയതോടുകൂടി അവളെ ദേഷ്യപ്പെട്ട് എന്നെ കൊണ്ടങ്ങ് വയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഇതുപോലത്തെ ആന്റിക് പീസുകൾ വലിയ വിലയ്ക്ക് വാങ്ങിക്കുന്ന ആൾക്കാരെ പുരുഷന്റെ കൂട്ടുകാരൻ പുരുഷന് മുട്ടിച്ചു കൊടുക്കുന്നു. പുരുഷ സർലയും കൊണ്ട് അവരുടെ അടുത്ത് വരികയും അവളുടെ കയ്യിൽ കിടക്കുന്ന വള പരിശോധിക്കുകയും ചെയ്യുന്നു. ഇതിന് കോടികൾ വില വരുമെന്ന് അവര് പറഞ്ഞതോടുകൂടി പുരുഷൻ എങ്ങനെയെങ്കിലും അത് അവളുടെ കയ്യിൽ നിന്ന് ഊരി വിൽക്കണമെന്നൊരു ആഗ്രഹമായി. അവരാദ്യം ആ വളയ്ക്ക് പറയുന്നത് 3 കോടിയാണ്. 50 ലക്ഷം പുരുഷന് അഡ്വാൻസും കൊടുക്കുന്നു. എന്നാൽ തനിക്ക് 5 കോടി വേണമെന്ന് പുരുഷ പറയുന്നു. 3 ദിവസത്തിനുള്ളിൽ വള ഊരിക്കൊണ്ട് വരാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ ഡീൽ അവർ ഉറപ്പിച്ചു. ആ വളയെ ചുറ്റിപ്പറ്റി പുരുഷനും ചില ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഇവള് പറയുന്ന പോലെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയതാണോ എന്ന്. കാരണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ അറബിയാണ്. അതുകൊണ്ട് സർല എവിടേക്കൊക്കെ പോകുന്നുണ്ട്, ആരെയൊക്കെ കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവളുടെ അക്ഷയ സെന്ററിന്റെ അടുത്തായിട്ട് പുരുഷ അവളുടെ മേൽ കണ്ണുവെക്കാൻ വേണ്ടിയിട്ട് താമസിപ്പിക്കുന്നുണ്ട്. പിന്നീട് വളയൂരാനുള്ള ശ്രമമായിരുന്നു പുരുഷ നടത്തിയത്. അതിനു വേണ്ടിയിട്ട് ഭാനു പറഞ്ഞ ആ ഉസ്താദിനെയും അവര് വിളിച്ചു വരുത്തുന്നു. അയാൾ ആ വളയിൽ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു
പറഞ്ഞു കൊടുക്കുന്നു. കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൽ ആദ്യമായി ആകാശത്തിലൂടെ പറന്നു നടന്ന ഒരാൾക്ക് അന്നത്തെ സുൽത്താൻ കൊടുത്ത സമ്മാനമായിരുന്നു ഇത്. 1000 വർഷം പഴക്കമുള്ള ആ വളയ്ക്ക് ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ മൂല്യം ലഭിക്കുമെന്നും അയാൾ പറയുന്നു. പിന്നെ ഇവള് പറഞ്ഞ പോലെ അമ്മൂമ്മ വഴി ഇത് കൈമാറി വരാനുള്ള ചാൻസ് ഒക്കെ കുറവാണെന്ന് അയാൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സർല വല്ലാതെ ടെൻഷൻ ആകുന്നുണ്ട്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്താണെങ്കിലും അതുപോലൊരു വള തന്റെ വൈഫിന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ബാനു ആഗ്രഹിച്ചതാണല്ലോ. അതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ അവൻ ശ്രമിക്കുന്നു. പക്ഷെ ഇത് കണ്ട് പുരുഷ ദേഷ്യത്തിൽ വന്ന് അവന്റെ ഫോൺ തട്ടിപ്പറിച്ച് തറയിലേക്ക് എറിഞ്ഞു പൊട്ടിക്കുന്നു. ഇതൊരു റയർ പീസ് ആയിട്ടുള്ള വളയാണെന്നല്ലേ ഉസ്താദ് പറഞ്ഞത്. അപ്പൊ അത്രയും മൂല്യമുള്ള സാധനം ഒരെണ്ണം മതി. ഇനി അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ നീ നിൽക്കണ്ട. അതിന്റെ പേരിൽ ബാനുവും പുരുഷവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുമായി. ആ ദേഷ്യത്തിൽ ബാനു പറയുന്നുണ്ട്, ഇത്രയും ദിവസം എനിക്ക് അതുപോലത്തെ ഒരു വള മതി എന്നായിരുന്നു. ഇനി അതുപോലത്തെ അല്ല, ആ വള തന്നെ ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുത്തിരിക്കുമെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ നീ എടുക്കാൻ പുരുഷവും പറയുന്നു. പിന്നീട് അങ്ങോട്ട് ആ വള എങ്ങനെയെങ്കിലും സർലയുടെ കയ്യിൽ നിന്ന് ഊരി വിൽക്കാൻ ഉദ്ദേശിച്ച ആൾക്കാർക്ക് വിറ്റ് കാശെടുക്കാനായിരുന്നു പുരുഷന്റെ തീരുമാനം. ബാനു വന്ന് വിഷുവിനോടും പറയുന്നുണ്ട്, അതുപോലത്തെ വളയല്ല, നിനക്ക് ആ വള തന്നെ ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുത്ത് തരുമെന്ന്. ഹിന്ദുവായ അവളുടെ കയ്യിലെ വളയില് അറബിയാണ് എഴുതിയിരിക്കുന്നത്. അത് അവളുടെ വളയൊന്നുമല്ല, വേറെ ആരുടെയോ കയ്യിൽ നിന്ന് അവൾ അടിച്ചു മാറ്റിയതാ. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ഞാൻ നിനക്ക് വാങ്ങിത്തരും. പിന്നീട് പുരുഷു പലയിടങ്ങളിലും സർലയെ കൊണ്ടുപോയി അവളുടെ കയ്യിൽ നിന്ന് ആ വള ഊരിയെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ നടന്നില്ല. ആ വളയെ പറ്റിയുള്ള രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സർലയുടെ തറവാട്ടിൽ പോയി ബാനു അന്വേഷിക്കുന്നു. അവിടെ എല്ലാവരും പറയുന്നത് ആ വള അവളുടെ അമ്മൂമ്മ മരിക്കുന്നതിന് മുമ്പ് അവളുടെ കയ്യിൽ ഊരിയിട്ട് കൊടുത്തതാണെന്ന്. അത് തുറക്കാനുള്ള വഴിയും അവളുടെ അമ്മൂമ്മ പറയാൻ തുടങ്ങിയതാ. പക്ഷെ അപ്പോഴേക്കും മരണപ്പെട്ടു. അതുകൊണ്ട് അത് എങ്ങനെ ഊരിയെടുക്കണമെന്ന് ആർക്കും അറിയില്ല. അവിടെ ഉണ്ടായിരുന്ന അവളുടെ അമ്മൂമ്മയുടെ ഫോട്ടോയിൽ നോക്കുമ്പോൾ അവരുടെ കയ്യിലൊരു വളയുണ്ടായിരുന്നു. പക്ഷെ ആ ഭാഗം എല്ലാം തന്നെ ഫോട്ടോയിൽ സ്ക്രാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കാരണം അവരുടെ കയ്യിലുള്ളത് ആ വള തന്നെയാണെന്ന് കണ്ടുപിടിക്കാനും വയ്യ. എല്ലാരും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നതായിട്ട് ബാനുവിന് തോന്നുന്നു. ബാനു അതുകൊണ്ട് അവരോട് വീണ്ടും എടുത്ത് ചോദിക്കുന്നു, അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയല്ലേ സർലയ്ക്ക് വള കിട്ടിയതെന്ന്. അത് പിന്നീട് നിങ്ങൾ മാറ്റി പറയില്ലല്ലോ അല്ലേ എന്ന്. അത് കേട്ടപ്പോ എല്ലാവരുടെയും മുഖമൊന്നും വല്ലാതെയായി. അവരവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അവളുടെ അമ്മയാകട്ടെ സർലയെ വിളിച്ച് പറയുന്നുണ്ട്, ആദ്യം പുരുഷു ഇതിനെപ്പറ്റി ചോദിക്കുക ഇവിടെ വന്നിരുന്നു. പിന്നെ ആ 2 പോലീസുകാരും വന്നിട്ടുണ്ടായിരുന്നു. നീ പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾ അവരോട് പറഞ്ഞിരിക്കുന്നത്, അമ്മൂമ്മ തന്നത് തന്നെയാണെന്ന്. അതിനർത്ഥം അതവൾക്ക് അമ്മൂമ്മ വഴി കിട്ടിയ വളയല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ബാനു പിന്നീടും സർലയുടെ കയ്യിൽ ആ വള കിട്ടിയതിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവന് മനസ്സിലാകുന്നുണ്ട്, വടകരയിൽ പഠിക്കാൻ പോയ സർല തിരിച്ചു വന്നപ്പോ അവളുടെ കയ്യിൽ ആ വളയുണ്ടായിരുന്നുവെന്ന്. വള എങ്ങനെ അവളുടെ കയ്യിൽ വന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അന്ന് അബുവിന് കാവൽ നിന്ന ബാനു ആകട്ടെ രാത്രിയിൽ ആരും അറിയാതെ അവിടെ നിന്നും മുങ്ങാൻ ശ്രമിച്ചത്. ഇതെല്ലാം തന്നെ അബുവിനോടും സുഹൃത്തുക്കളോടും ബാനു പറയുന്ന കഥയായിരുന്നല്ലോ. ഇനി കഥ പ്രസന്റിലേക്ക് വരികയാണ്. ഈ കഥയെല്ലാം കേട്ടിട്ട് അക്ഷയിലുണ്ടായിരുന്ന ബാനുവിന്റെ സുഹൃത്ത് പ്രജിത്ത് പറയുന്നുണ്ട്, ആ സർലയുടെ കയ്യിലെ വള കണ്ട് ഞങ്ങൾ എല്ലാവരും നോക്കി നിന്നിട്ടുണ്ട്. അന്ന് അക്ഷയില് ഒരു താത്ത വന്നിട്ട് ആ വള അവരുടേതാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. ആ ലേഡി പറഞ്ഞത് ശരിയാണെങ്കിൽ മിക്കവാറും അത് അവരുടേത് തന്നെയായിരിക്കും. അത് കേട്ടതോടെ ബാനുവിന് സംശയം തോന്നി. കാരണം അവരൊരു മുസ്ലിം ലേഡിയാണ്. ആ വളയിൽ എഴുതിയിരിക്കുന്ന അറബിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് അവരുടെ ആകാനാണ് ചാൻസ്. ഇവിടെ പുരുഷ സർലയുടെ കയ്യിൽ നിന്ന് വളയുരാൻ ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അതെല്ലാം തന്നെ പാഴായി. അവസാനം അവൻ വള കൊടുക്കാമെന്ന് പറഞ്ഞ ആ പാർട്ടിയാകട്ടെ സർലയെ പിടിച്ചുകൊണ്ടുവന്ന് അവന്റെ അടുത്തെ കൊണ്ട് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഈ വള ഞങ്ങൾക്ക് എടുക്കാൻ ഒരു ഈസി വഴിയുണ്ടെന്ന്. അവളുടെ കൈ വെട്ടിയിട്ട് ഈ വള ഊരിയെടുക്കുക. വളയ്ക്ക് ഒരു തരത്തിലുള്ള കേടുപാടും കിട്ടാതെ അവർക്ക് വേണമായിരുന്നു. അത് കാരണം അത് മുറിച്ചെടുക്കാൻ പോലും ഇവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിൽ പതിപ്പിച്ചിരിക്കുന്ന കല്ലുകളെല്ലാം തന്നെ അമൂല്യങ്ങളാണ്. അതിലൊരു തരത്തിലുള്ള സ്ക്രാച്ച് പോലും വരാൻ പാടില്ല. എന്നാൽ സർലയുടെ കൈ ഇവര് വെട്ടുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച കാരണം പുരുഷു പറയുന്നുണ്ട്, എനിക്കൊരു 3 ദിവസത്തെ സമയം കൂടി തരണം, എങ്ങനെയെങ്കിലും ഞാൻ വള ഊരി നിങ്ങളുടെ കയ്യിൽ തരാമെന്ന്. പിന്നീടും പലയിടങ്ങളിലും കൊണ്ടുപോയി ആ വളയൂരാൻ ശ്രമിച്ചെങ്കിലും എല്ലാവരും പറയുന്നത് അത് മുറിച്ച് മാത്രമേ എടുക്കാൻ പറ്റൂ എന്നാണ്. അതിനിടയ്ക്ക് ഒരു ദിവസം ബാനുവും വിഷുവും മാർക്കറ്റിൽ നിൽക്കുന്ന സമയത്ത് സർലി ഒരു മുസ്ലിം ലേഡിയായിട്ട് വഴക്കുണ്ടാക്കുന്നത് കാണുന്നു. ആ ലേഡിയുടെ പേര് പാത്തു എന്നായിരുന്നു. അവര് പറയുന്നുണ്ട്, എന്റെ വളയെ നീ കയ്യിലിട്ടുകൊണ്ട് നടക്കുന്നത്, മര്യാദയ്ക്ക് അത് എനിക്ക് തരാൻ. എന്നാൽ ഇത് നിങ്ങളുടെ വളയൊന്നുമല്ല, എന്റെ അമ്മൂമ്മ എനിക്ക് തന്ന വളയാണെന്ന് പറഞ്ഞിട്ട് അവളും തിരിച്ച് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ആൾക്കാരെല്ലാം കൂടി ബഹളം ഉണ്ടാക്കുന്ന കണ്ടിട്ട് ബാനു പോയി ഇടപെട്ട് സർലയുടെ വഴിക്ക് വിട്ടു. എന്നിട്ട് ആ മുസ്ലിം ലേഡിയോട് ആ വളയെ പറ്റി ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ലേഡി അവരുടെ കയ്യിൽ ഈ വള കിട്ടിയ കഥ പറയുകയാണ്. പാത്തു എന്ന് പറയുന്ന ഈ ലേഡിയുടെ ഹസ്ബൻഡ് സൂപ്പിക്ക എന്ന് പറയുന്ന ആള് ഒമാനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഒരിക്കൽ അയാൾ തന്റെ അറബാബിന് രുചി കൂടിയ ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. അയാളുടെ കൈകൊണ്ട് അത്രയും ടേസ്റ്റുള്ള ബിരിയാണി കഴിച്ച അറബാബിന് തന്റെ മരിച്ചുപോയ ഉമ്മ തനിക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തതാണ് ഓർമ്മ വന്നത്. മനസ്സും വയറും നിറഞ്ഞ അയാള് സൂപ്പിക്കയ്ക്ക് സമ്മാനമായി നൽകിയതായിരുന്നു ആ വള. ആ വളയ്ക്ക് ഒരു പ്രത്യേകതരം ലോക്കുണ്ടായിരുന്നു. അത് തുറന്നിട്ട് മാത്രമേ കയ്യിൽ ഇടാൻ പറ്റൂ. കയ്യിൽ ഇട്ട് കഴിഞ്ഞിട്ട് ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നീട് ആ ലോക്ക് അഴിക്കാതെ അത് തിരിച്ച് ഊരിയെടുക്കാനും പറ്റില്ല. അത് ഊരുന്നതും ഇടുന്നതും എല്ലാം തന്നെ സൂപ്പിക്കയ്ക്ക് അറബാബ് പറഞ്ഞു കൊടുത്തു. നാട്ടിലെത്തിയ സൂപ്പിക്ക തന്റെ വൈഫ് പാത്തുവിനും ആ വള സമ്മാനമായി നൽകി. അവരുടെ കയ്യിൽ ഇട്ടുകൊടുക്കുകയും ചെയ്തു. അവർക്കും അത് ഊരുന്നതും ഇടുന്നതും എങ്ങനെയാണെന്ന് പറഞ്ഞും കൊടുത്തു. ഒരുപാട് സമ്പത്തുള്ള കുടുംബമായിരുന്നു സൂപ്പിക്കയുടേത്. ആ വീട്ടിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് സുബീഷ് എന്ന ഇയാള്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവിടെ വലിയൊരു കലാപം നടന്നു. അന്ന് കലാപകാരികൾ അവിടെ എല്ലാം തന്നെ തീയിട്ടു. കൂട്ടത്തിൽ സൂപ്പിക്കയുടെ വീട്ടിൽ കയറി ചിലര് മോഷണവും നടത്തി. സൂപ്പിക്കയുടെ മകളുടെ തലവരെ തല്ലി തകർത്തു. എന്നിട്ട് അവരുടെ എല്ലാം കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം തന്നെ കട്ടെടുത്തു. അവർ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആ വളയുൾപ്പെടെ എല്ലാ ആഭരണങ്ങളും അവരെടുത്തു.
എടുത്തു. കൂട്ടത്തിൽ പാത്തുവിന്റെ കാതിൽ നിന്ന് കമ്മല് പോലും വലിച്ചു പൊട്ടിച്ചെടുത്തു. അങ്ങനെയാണ് അവരുടെ കാതിന് മുറിവുകൾ സംഭവിച്ചത്. സൂപ്പിക്ക് അവരെ തടയാൻ ശ്രമിക്കുകയും അവരുടെ പിറകെ ഓടുകയും ചെയ്തെങ്കിലും അവരെല്ലാവരും കലാപം നടക്കുന്ന ഇടത്തേക്കാണ് ഓടിപ്പോയത്. ചുറ്റും തീയും പുകയായിരുന്നു. കള്ളന്മാരെ പിടിക്കാൻ ആ ഏരിയയിലേക്ക് ഓടിപ്പോയ സൂപ്പിക്കയാകട്ടെ പോലീസുകാരും കലാപകാരികളും തമ്മിൽ അടിയുണ്ടാക്കുന്നിടത്താണ് എത്തിപ്പെട്ടത്. കലാപകാരികളാണെന്ന് കരുതിയിട്ട് സൂപ്പിക്കയും പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി. അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം നഷ്ടപ്പെട്ടു. ഇയാളെ ലോക്കപ്പിലുമായി. അങ്ങനെ ആ കേസ് നടത്താൻ വേണ്ടിയിട്ട് 3 വർഷം നടന്നു. അതോടുകൂടി ഗൾഫിൽ തിരിച്ചു പോകാനും പറ്റിയില്ല. സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ട് അവരിപ്പോൾ ഈ ഒരു വാടക വീട്ടിലായി മാറി. പാത്തു ഈ കഥകളെല്ലാം പറഞ്ഞു തരുമ്പോഴേക്കും സൂപ്പിക്ക് അവിടേക്ക് വരുന്നു. അയാൾ ഭാനുവിനെ കണ്ടതും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. ചെറിയൊരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുകയാണ്. അന്ന് സൂപ്പിക്ക കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ട് കലാപകാരികളുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ അടി നടക്കുകയായിരുന്നല്ലോ. ആ അടിക്കും ബഹളത്തിനും ഇടയ്ക്ക് അറിയാതെ സൂപ്പിക്കയാകട്ടെ തന്നെ പിടിക്കാൻ വന്ന ആരെയോ അടിച്ചു. തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതൊരു പോലീസുകാരനാണെന്ന് മനസ്സിലായത്. അത് ഭാനു ആയിരുന്നു. തന്നെ അടിച്ച സൂപ്പിക്കയെ ഭാനു അടിക്കുന്നു. താനേ കലാപത്തിലുള്ളതല്ല എന്ന് അയാൾ പറഞ്ഞെങ്കിലും ആ നേരത്ത് ഭാനു അതൊന്നും തന്നെ കേട്ടില്ല. പോലീസുകാരനെ അടിച്ചു എന്നുള്ള സ്ഥിതിക്ക് സൂപ്പിക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. വണ്ടിയിലിട്ടും അയാളെ ഒരുപാട് തല്ലി ചതിച്ചു. ആ ഭാനുവിനെ നേരിട്ട് കണ്ടതോടുകൂടി സൂപ്പിക്ക് ഭാനുവിനെ വന്ന് അടിക്കാൻ തുടങ്ങി. നീ കാരണമാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. അന്ന് ആവശ്യമില്ലാതെ ഒരു തെറ്റും ചെയ്യാതെ എന്നെ പിടിച്ചുകൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ തനിക്ക് ഈ സമ്പാദ്യം ഒന്നും നഷ്ടപ്പെട്ടില്ലായിരുന്നു. അയാൾക്ക് തിരിച്ച് ഗൾഫിലേക്കെങ്കിലും പോകാമായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ടത് ഭാനു കാരണമാണെന്ന് പറഞ്ഞിട്ട് അയാൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് പാത്തു മനസ്സിലാക്കുന്നത് തങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഒരു രീതിയിൽ ഭാനു ആണെന്ന്. അതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയായിരുന്നു ഭാനു. കുറ്റബോധം കാരണം ഭാനുവിന്റെ മനസ്സ് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ അവന് സാധിക്കില്ല. എന്നാലും അവരുടേതായ ആ വളയെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് ഭാനു മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവരുടെ അവസ്ഥ നേരിട്ട് കണ്ടറിയുകയായിരുന്നു ഭാനു. വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി വഴിയോർത്തിരുന്ന് വിറ്റാണ് അവരിപ്പോൾ ജീവിച്ചു പോകുന്നത്. അതിനിടയ്ക്കൊക്കെ വിഷു ആകട്ടെ ആ വള തനിക്ക് ഉണ്ടാക്കി തരുന്ന കാര്യം എന്തായെന്ന് ചോദിക്കാൻ വേണ്ടി പലതവണ അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല. ഇടയ്ക്ക് ഫോൺ എടുത്താലും വളയുടെ കാര്യം എന്തായെന്നാണ് അവള് ചോദിക്കുന്നത്. അത് കാരണം അവന് പലപ്പോഴും ദേഷ്യം വരാൻ തുടങ്ങി. സൂപ്പിക്ക് ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിലാണല്ലോ. അയാൾ മുൻപ് താമസിച്ചിരുന്ന ആ കത്തിക്കരിഞ്ഞ വീടും ആ സ്ഥലമെല്ലാം കണ്ടെത്തി ഭാനു പോകുന്നുണ്ട്. അവിടെ അന്വേഷിക്കുമ്പോൾ ഭാനുവിന് മനസ്സിലാകുന്നുണ്ട് അന്ന് സൂപ്പിക്കയുടെ കൂടെ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന ആളിപ്പോൾ കുറച്ച് നല്ല നിലയിലാണെന്ന്. ഒരു ചെറിയ ഷോറൂം ഒക്കെ അയാൾക്കുണ്ടെന്നും. അതൊക്കെ അന്വേഷിച്ചിട്ട് ഭാനു തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇവിടെ വിഷു ആകട്ടെ അവനോട് ആ വളയെപ്പറ്റി തന്നെ ചോദിക്കുന്നു. എന്നാൽ അവനാകട്ടെ അവളോട് ചൂടാവുകയാണ് ചെയ്യുന്നത്. എനിക്കൊരു വള പോലും വാങ്ങിത്തരാൻ നിനക്ക് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോന്ന് പറയുമ്പോൾ അവന് ദേഷ്യം വരുന്നു. നീ പറയുന്നതെല്ലാം ഞാൻ സമ്മതിച്ചു തരുന്നു എന്നും എനിക്കൊന്നിനും കഴിവില്ല എന്നും അവൻ പറയുന്നു. നിനക്കിനി ഡിവോഴ്സാ വേണ്ടെങ്കിൽ അതും ഞാൻ തരാം. ഓൾറെഡി തന്നെ കുറ്റബോധം കൊണ്ട് തകർന്നിരിക്കുന്ന മനസ്സായിരുന്നു അവന്റേത്. അതിന്റെ കൂടെ അവള് കൂടി ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും അവന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയ അവളാകട്ടെ ഒന്നും മിണ്ടാതെ അവനെ പോയി കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് സൂപ്പിക്കയുടെ മുൻപത്തെ ആ ഡ്രൈവർ സുബീഷിനെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ഷോറൂമിലേക്ക് പോകുന്ന ഭാനുവിനെയാണ്. പിന്നീടുള്ള കഥ പറയുന്നത് സുബീഷാണ്. ആ കലാപം നടക്കുമ്പോഴും മോഷണം നടക്കുന്ന സമയത്തും ഒക്കെ സുബീഷ് ഡൽഹിയിലായിരുന്നു. അവൻ തിരിച്ചെത്തി കഴിയുമ്പോൾ കാണുന്നത് അവന്റെ കൂട്ടുകാര് കലാപ സമയത്ത് മോഷ്ടിച്ച സാധനങ്ങളെല്ലാം പങ്കിട്ടെടുക്കുന്നതാണ്. ആ ആഭരണങ്ങളിലുള്ള വള കണ്ടപ്പോൾ സുബീഷിന് മനസ്സിലായി അവർ സൂപ്പിക്കയുടെ വീട്ടിലും കയറിയെന്ന്. അവൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ആ ബഹളത്തിന്റെ ഇടയ്ക്ക് അവരാകട്ടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവനെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ആ വള മാത്രം സുബീഷിന്റെ കയ്യിൽ കിട്ടി. സൂപ്പിക്ക് അത് പാത്തുവിന്റെ കയ്യിൽ ഇട്ടുകൊടുക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് തുറക്കുന്നതെന്നും അതിടുന്നതെന്നും ഒക്കെ സുബീഷ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് അവിടെ പഠിക്കാൻ വന്ന സർലയുമായിട്ട് സുബീഷ് പ്രണയത്തിലാവുകയും പ്രണയ സമ്മാനമായിട്ട് അവൻ അവൾക്ക് ആ വള ഇട്ടുകൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ വള എങ്ങനെയാണ് ഊരുന്നതെന്നും ഇടുന്നതെന്നും ഒന്നും തന്നെ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സർലയാകട്ടെ രാത്രിയിലൊക്കെ സ്വപ്നം കാണുന്നുണ്ട് ആ വള തന്റെ കയ്യിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് പുരുഷ് തന്നെ തന്റെ കൈ വെട്ടി ആ വള എടുക്കുന്നതായിട്ട്. ഞെട്ടി ഉണർന്ന അവളോട് പുരുഷ് പറയുന്നുണ്ട് ഞാൻ കൈ വെട്ടുന്നതായിട്ടായിരിക്കും നീ സ്വപ്നം കണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നു നീ പേടിക്കണ്ട എന്ന്. അവള് വീണ്ടും കിടന്നുറങ്ങാൻ ശ്രമിച്ചു. പുരുഷ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഉറങ്ങി. എന്നാൽ അവളുടെ ഫോണിലേക്ക് വീണ്ടും അവൾ ആ ശല്യം ഒന്ന് സേവ് ചെയ്തിരുന്ന നമ്പറിൽ നിന്നും കോള് വരുന്നു. ശരിക്കും അത് സുബീഷായിരുന്നു വിളിക്കുന്നത്. അവൾ ഇത്തവണ സുബീഷിന്റെ കോള് അറ്റൻഡ് ചെയ്യുന്നു. സുബീഷിനോട് വളരെ സൗമ്യമായിട്ട് സംസാരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം, ഈ വള എങ്ങനെ ഊരുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരണമെന്ന്. എന്നാൽ സുബീഷ് ശരിക്കും ഭാനു പറഞ്ഞിട്ടായിരുന്നു അവളെ വിളിച്ചത് തന്നെ. ഫോണിലൂടെ താനെന്ത് പറഞ്ഞു തരില്ല, നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള സ്ഥലത്തേക്ക് നീ വരികയാണെങ്കിൽ നേരിട്ട് ഞാനെന്ത് ഊരി നിന്റെ കയ്യിൽ തരാമെന്നാണ് സുബീഷ് പറയുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതെല്ലാം തന്നെ ഒളിഞ്ഞിരുന്ന് നമ്മുടെ പുരുഷവും കേൾക്കുന്നു. സർല തന്നെ വിളിക്കുകയും ആ വള ഊരിയെടുക്കുന്നതിനെ പറ്റി സംസാരിക്കുകയും ചെയ്ത കാര്യം സുബീഷ് ആകട്ടെ ഭാനുവിനെ വിളിച്ച് പറയുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അയാൾ എങ്ങോട്ടോ നടന്നു പോകുന്നു. പെട്ടെന്ന് ലൈൻ കട്ടാവുകയും ചെയ്തു. തന്റെ ഭാര്യയുടെ എക്സ് കാമുകനാണ് അവൾക്ക് ആ വള കൊടുത്തതെന്ന് മനസ്സിലാക്കിയ പുരുഷു ആകട്ടെ അവളെ ഫോളോ ചെയ്യാൻ ഓൾറെഡി ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അവര് വഴി കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് സർല എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാക്കി സർലയുടെ പിറകെ പോകുന്നു. അവള് സുബീഷിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞ സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ കുറെ നേരം അവനെ ഫോണിൽ വിളിച്ചിട്ടും കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് പുരുഷവും അവളെ നോക്കി അവിടെ തന്നെ നിൽപ്പുണ്ട്. എന്നാൽ ഇവരെ രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് സുബീഷിന്റെ ഡെഡ് ബോഡിയും കൊണ്ടുപോകുന്ന വണ്ടിയാണ് അവർ കാണുന്നത്. സുബീഷിനെ കാണാൻ ചെന്ന ഭാനുവും മനസ്സിലാക്കുന്നുണ്ട് സുബീഷ് മരിച്ചു എന്ന്. തലേന്ന് രാത്രി ഫോൺ ചെയ്തുകൊണ്ട് നടന്നുപോയതിനിടയ്ക്ക് പൊട്ടക്കിണറ്റിൽ വീണായിരുന്നു അയാൾ മരിച്ചത്. അതോടുകൂടി എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. സർലയുടെ കയ്യിൽ നിന്ന് അവനത് ഊരിക്കൊടുക്കാമെന്ന്
ഊരിക്കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. ഇനി അത് ആരെ കൊണ്ട് ഊരിക്കുമെന്നായിരുന്നു അവരുടെ ചിന്ത. സുബീഷിന്റെ മരണം കാരണം ആകെ ടെൻഷനായിട്ട് തിരിച്ചെത്തിയ സർലയെ കാത്ത് ബാനു നിൽപ്പുണ്ടായിരുന്നു. അവൻ അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ വള നിന്റേതല്ലെന്നും ഇത് നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നും ഇത് അവരുടെ യഥാർത്ഥ അവകാശികളുടെ കയ്യിൽ തന്നെ താൻ എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് അവളുടെ വളയിൽ കയറി പിടിക്കുന്നു. അത് കണ്ടുകൊണ്ടാണ് പുരുഷു അവിടേക്ക് വരുന്നത്. പിന്നീട് അങ്ങോട്ട് പുരുഷവും ബാനുവും തമ്മിൽ വലിയ അടി നടക്കുകയാണ്. കരാട്ട പഠിച്ചിട്ടുള്ള ബാനു ആദ്യം എല്ലാം തന്നെ ചേർത്ത് നിൽക്കുന്നു. എന്നാൽ ബാക്കിയുള്ള ആളുകളെല്ലാം ചേർന്നിട്ട് അവനെ തല്ലാൻ തുടങ്ങി. അതോടുകൂടി അവനെ രക്ഷിക്കാൻ അബു അവിടേക്ക് വരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അടിയെല്ലാം നടന്നുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബാക്കി പോലീസുകാർ അവിടേക്ക് വരുന്നു. അത് കാരണം പുരുഷ് തൽക്കാലം അവിടെ നിന്ന് മാറി. സംഭവം ആ IPS ഉദ്യോഗസ്ഥന്റെ ചെവിയിൽ എത്തിയതോടുകൂടി ഇതിന്റെ പിന്നിലെ സത്യം കണ്ടുപിടിക്കണമെന്ന് അയാളും തീരുമാനിക്കുന്നു. അയാളുടെ വീട്ടിലേക്ക് ഇവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി. ആ വള കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി അതിന് ഒരുപാട് വില വരുമെന്ന്. ഇത് നിങ്ങളുടേതാണെന്ന് എന്താ ഉറപ്പെന്ന് സർലയോട് ചോദിക്കുമ്പോൾ അവള് വീണ്ടും പഴയ കഥ തന്നെ പറയുന്നു. എന്റെ അമ്മൂമ്മ തന്നതാണെന്ന്. എന്നാൽ പാത്തു പറയുന്നുണ്ട് അത് എന്റേതാണെന്ന്. സർലയുടേതാണെങ്കിൽ അവളതൊന്ന് ഊരിക്കാണിക്കട്ടെ എന്ന് പാത്തു പറഞ്ഞപ്പോ സർല ആകെ വല്ലാതെയായി. കാരണം അവൾക്കത് ഊരാൻ അറിയില്ല. നിങ്ങൾക്ക് ഊരാൻ അറിയാമോ എന്ന് IPS ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ താൻ ഊരി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പാത്തു അത് അവളുടെ കയ്യിൽ നിന്നും ഊരിയെടുക്കുന്നു. അതോടെ എല്ലാവർക്കും മനസ്സിലായി പാത്തു പറയുന്നതാണ് സത്യമെന്നും അത് അവരുടെ വളയാണെന്നും. ഊരിയെടുത്ത വള ലോക്കാക്കി നോക്കുന്നുണ്ട് ആ ഒരു പോലീസ് ഓഫീസർ. എന്നാൽ അയാൾക്ക് വീണ്ടും അത് ലോക്ക് അഴിക്കാൻ സാധിക്കുന്നില്ല. അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ സൂപ്പിക്ക അത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. അതിലെ 2 കല്ലുകൾ ഉണ്ടായിരുന്നു. ഒരു വലിയ കല്ലും ഒരു ചെറിയ കല്ലും. അത് രണ്ടും കൂടെ ഒരുമിച്ച് അമർത്തുമ്പോഴായിരുന്നു അതിന്റെ ലോക്ക് സിസ്റ്റം വർക്കാകുന്നത്. സത്യം തെളിഞ്ഞെങ്കിലും പോലീസുകാരൻ ഇത് സൂപ്പിക്കയ്ക്ക് കൊടുക്കാൻ തയ്യാറായില്ല. എന്താണെങ്കിലും ഇതിന്റെ പിന്നിൽ ഒരു കേസുണ്ട്. അതുകൊണ്ട് അതൊക്കെ തീർത്തിട്ട് യഥാർത്ഥ അവകാശികളുടെ കയ്യിൽ അത് കിട്ടുമെന്നാണ് അയാൾ പറയുന്നത്. അതോടെ അവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായി ഈ പോലീസുകാരന്റെ ഉദ്ദേശം അതെങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്നതാണെന്ന്. പക്ഷെ ബാനുവിന്റെ മനസ്സിലുണ്ടായിരുന്നു യഥാർത്ഥ അവകാശികളുടെ കയ്യിൽ തന്നെ അത് എങ്ങനെയെങ്കിലും കൊണ്ടുകൊടുക്കണമെന്ന്. എന്നാൽ പുരുഷന്റെ മനസ്സിൽ അതെങ്ങനെയെങ്കിലും ആ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കണമെന്നും. പോലീസുകാരൻ തന്റെ വീട്ടിലാണ് ആ വള സൂക്ഷിച്ചത്. ഉത്സവം നടക്കുന്ന രാത്രിയായിരുന്നു. അവരെല്ലാവരും താഴെ നടക്കുന്ന ഘോഷയാത്ര കാണാൻ ചെന്ന് നിൽക്കുകയാണ്. ആ സമയം പുരുഷവും ബാനുവും ആ വളയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറി. രണ്ടുപേരും ആ വളയെടുത്തിട്ട് അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുകയാണ്. ഒടുവിൽ ആ വള ബാനു തന്നെ കൈക്കലാക്കി. പോലീസുകാരൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ നിന്നും ബാനു കടന്നു കളയുന്നു. വീണ് കിടന്ന പുരുഷുവിനെയും രക്ഷിക്കാൻ അവൻ മറന്നില്ല. എന്നിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ സൂപ്പിക്കയുടെ കയ്യിൽ ആ വള കൊണ്ടുപോയി കൊടുക്കുന്നു. അയാൾ അത് തന്റെ പാത്തുവിന്റെ കയ്യിൽ തന്നെ ഇട്ടുകൊടുക്കുകയും ചെയ്തു. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ പ്രായശ്ചിത്തമായിട്ടാണ് ബാനു ഇത് ചെയ്തത്. പിന്നീട് കാണിക്കുന്നത് അബുവിന് കാവലായിട്ട് നിൽക്കുന്ന ബാനുവിനെ വിഷു വിളിച്ചിട്ട് എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരുമെന്ന് ചോദിക്കുന്നതാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവള് വീണ്ടും പറയുന്നുണ്ട് എനിക്കൊരു ഒറ്റ വള വാങ്ങി തരുമെന്ന്. വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോണും കട്ട് ചെയ്യുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.